അതിൻ്റെ അവസാനം എഴുതി കാണിച്ച പോലെ മോഹൻലാൽ തുടരും. റീസെൻ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഓഫ് ലാൽട്ടൻ തരുൺമൂർത്തി സംഭവർക്ക് ചെറിയ പടമല്ല. എന്നിലെ പ്രേക്ഷകന് സാധാരണ ഓഡിയൻസിന് ലാൽട്ടൻ ഫാനിന് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എല്ലാം ഉണ്ട് ഇതിനകത്ത്. ആക്ച്വലി ഒരു ഫാമിലി ഉണ്ട്, ഒരു ഇമോഷൻ ഉണ്ട്. തരുൺമൂർത്തി എന്നുള്ള പഴയ ലാലേട്ടൻ്റെ ആ ഒരു ഇമോഷൻസ് ഹി ഹാസ് ഡൺ ഇറ്റ്. സത്യം പറയാലോ, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ലാലേട്ടൻ്റെ കൈയടിക്കാനുള്ള സീൻസ് ഉണ്ട്, ഗൂസ് ബംപ് സീൻസ് ഉണ്ട്, തമാശ സീൻസ് ഉണ്ട്, പഴയ ലാലേട്ടൻ്റെ ചാമുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല, ജസ്റ്റ് തിയേറ്ററിൽ പോയി കാണാം. പടം അടിപൊളിയാണ്. പറയാനില്ല, നമുക്ക് കുറേ സ്ഥലത്ത് നമുക്ക് ദൃശ്യം ഒപ്പം എല്ലാം ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ. ശോഭനയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. ലാലേട്ടൻ ഈ അടുത്ത് നമ്മൾ കൂടുതലും ലാലേട്ടൻ എന്ന സ്റ്റാറിനെ കൂടുതലാണ്. ഈവൻ എമ്പുരാനിൽ പോലും നമ്മൾ ലാലേട്ടൻ എന്ന് പറഞ്ഞ സ്റ്റാറിനെ ആഘോഷിച്ചത്. ഇതിനകത്ത് നമുക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞ ആക്ടറിനെ ആഘോഷിക്കാനുള്ള എല്ലാ ജോണുണ്ട്. ഒരു കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് തരുൺമൂർത്തി. കൂടുതലൊന്നും പറയില്ല. തുടരും. ഒരു 100% മോഹൻലാൽ പടം കേട്ടോ. 100% മോഹൻലാൽ പടം എന്നൊക്കെ പറഞ്ഞില്ല. അതാണ് ഇപ്പോൾ കണ്ടത്. നമ്മൾ ഒടിയന് മുന്നിലുള്ള മോഹൻലാലിനെ തിരിച്ചു കണ്ടു. പല ഡയലോഗുകളും കേൾക്കത്തില്ലായിരുന്നു, തീട്ട് കൈയടി കാരണം കേൾക്കത്തില്ലായിരുന്നു. അതുപോലത്തെ ഒരു ഡയലോഗ് ഇതാണ് വന്ന ഹിൻഡ്. മോഹൻലാൽ 100% മോഹൻലാൽ ലാലേട്ടൻ പടം. വേറെ ഒരു ഹിൻഡ് പോലും പുറത്ത് പറയുന്നില്ല. എല്ലാവരും വിചാരിച്ച പോലെ സസ്പെൻസ് ത്രില്ലറാണ് പടം. കിടിലൻ പ്രശ്നമാണ്. നല്ല പടം. 100 കോടി ഉണ്ടാവും. പിന്നെ പറഞ്ഞിട്ട് നല്ലൊരു ഡയറക്ടറും നല്ലൊരു തിരക്കഥ ഉണ്ടെങ്കിൽ ലാലേട്ടനെ പോലെ ഒരാൾക്ക് ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റാതില്ല. ദൃശ്യത്തിനേക്കാളൊക്കെ നല്ല മേളിൽ നിൽക്കും. ദൃശ്യത്തിനേക്കാളൊക്കെ മേളിൽ നിൽക്കുന്ന പടമാണ്. പിന്നെ എന്താ ഇമോഷണൽ ത്രില്ലറാണ് പടം. നല്ല ഫൈറ്റിംഗ് ഉണ്ട്, നല്ല സോങ് ആണ്. മൊത്തത്തിൽ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല ഇമോഷണൽ ത്രില്ലറാണ്. നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഇമോഷണൽ മൂവി എന്ന് പറയുന്ന നെക്സ്റ്റ് മൂവി ഇതാണ്. ശോഭന മാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഞങ്ങൾ കൊടുങ്ങല്ലൂർക്കാരാണ്. സുനിലേട്ടൻ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന സുനിലേട്ടനാണ്. കൊടുങ്ങല്ലൂർക്കാരനാണ് ആൾ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. നല്ല മൂവിയാണ്, ഒന്നും പറയാനില്ല. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്.